അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. ആം ആദ്മിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആഹ്ലാദ അതിരേകത്തോടെ ആം ആദ്മി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിക്ക് മുന്നിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അണികളെ അഭിസംബോധന ചെയ്യുന്ന ദൃശ്യം. ആദ്മി പാർട്ടി നേതാവും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ നിന്ന് പതിനായിരങ്ങൾ അദ്ദേഹത്തിന് ആവേശത്തോടെ സ്വീകരണം നൽകുന്നു. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് മുന്നിൽ എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഹനുമാൻജിയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് താൻ എല്ലാവരുടെയും മുന്നിലെത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കെല്ലാവർക്കും ചേർന്ന് രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണം. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളെ കാണുമെന്ന് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം ഇപ്പോഴും തടിച്ചുകൂടിയ പതിനായിരങ്ങൾക്ക് നടുവിലാണ് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം. അദ്ദേഹം ആവേശത്തോടെ തന്നെ സ്വീകരിക്കാൻ എത്തിയ അണികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയായിരുന്നു. 50 ദിവസങ്ങൾക്ക് ശേഷമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീട്ടിലെത്തുന്ന. മദ്യനയ അഴിമതി കേസിൽ തടവ് വിധിച്ച് അദ്ദേഹം തിഹാർ ജയിലിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ 50 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പതിനായിരങ്ങൾക്ക് ആവേശമായി മാറി. ഒരുപക്ഷെ ഒരുപാട് കരുത്താർജിച്ച് അദ്ദേഹം വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ റിട്ടേൺസ് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു തിരിച്ചുവരവ് തന്നെയാണ്. കാരിരുമിൻ്റെ കരുത്തോടെ ആം ആദ്മി പാർട്ടി നേതാവും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ 10,000-കണക്കിന് വരുന്ന അണികൾക്ക് ആവേശം പകർന്ന് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വല്ലാത്ത പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് വലിയ ആവേശത്തിൻ്റെ തീജ്വാല പകർന്നുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ സുപ്രീം കോടതി വിധി വലിയ ആവേശത്തിലാണ് പ്രവർത്തകരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. പ്രവർത്തകരുടെ കെജ്രിവാൾ പറഞ്ഞു, സ്വേച്ഛാധിപത്യത്തെയും ഏകാധിപതികളെയും നമുക്ക് ചെറുത്ത് തോൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. ബൽറാം, എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ നടക്കുന്നത്? പതിനായിരങ്ങൾ, പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ അദ്ദേഹത്തിന് ആവേശോജ്വലമായ സ്വീകരണം നൽകുന്നതിനപ്പുറം എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള അപ്ഡേറ്റ്സ്?
എസ് കെ എൻ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ എല്ലാ മന്ത്രിമാരും പാർട്ടിയുടെ ചുമതലയുള്ള എല്ലാ നേതാക്കളും പാർട്ടി പ്രവർത്തകരും മറ്റ് പൊതുജനങ്ങളുമടക്കം പതിനായിരങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് സമീപം അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി എന്നുള്ളത് സിവിൽ ലൈൻസിലാണ്. അത് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയാണ്. കാണാൻ അദ്ദേഹത്തിന്റെ മോചനത്തിലുള്ള സന്തോഷത്തിൽ എന്നുള്ളതാണ്. തന്റെ ഭാര്യ സുനിത കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, കൂടാതെ ഡൽഹി മന്ത്രിമാരായ അതിഷി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഒപ്പമാണ് അദ്ദേഹം തിഹാർ ജയിലിൽ നിന്നും അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. വളരെ കുറച്ചു നേരമാണെങ്കിൽ പോലും അവിടെ എത്തിയ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിച്ചു. ആം ആദ്മി പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് ഹനുമാൻ ജിയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനും നിങ്ങളുടെ ഇടയിൽ എത്താനുമായത് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കണമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. പാർട്ടി ആസ്ഥാനത്തായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. അതിനു മുൻപായി ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രം അദ്ദേഹം സന്ദർശിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും ഹനുമാൻ ക്ഷേത്രം, ഈ ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രവും ഒപ്പം തന്നെ ഹനുമാൻ ജി എന്ന ഭക്തനാണ് താൻ എന്ന കാര്യവും കെജ്രിവാൾ പ്രചാരണത്തിനായി സജീവമായി ഉപയോഗിച്ചിരുന്നു. അതൊരു ഘട്ടത്തിൽ BJPക്കെതിരെ രാഷ്ട്രീയ ആയുധമായിട്ടാണ് എന്ന് പോലും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നെങ്കിലും ജയിൽ മോചിതനായ കെജ്രിവാളും അതേ മുദ്രാവാക്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഡൽഹിയിലെ പ്രശസ്തമായ കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക ഓഫീസ് എന്നുള്ളതും ഇതിൽ പ്രാധാന്യമുണ്ട്. അദ്ദേഹം ആ ക്ഷേത്രത്തിലാണ് നാളെ ദർശനം നടത്തുക. അതിനുശേഷമായിരിക്കും പാർട്ടി ആസ്ഥാനത്തെത്തി തൻ്റെ പ്രവർത്തകരെ, അണികളെ, ഡൽഹിയിലെ പൊതുജനങ്ങളെ എല്ലാം അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. 1 മണിക്ക് അദ്ദേഹം നാളെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ശേഷം അദ്ദേഹം വീണ്ടും വീട്ടിലേക്കുള്ള നീങ്ങിയിരിക്കുകയാണ്. വലിയ തോതിലുള്ള സഞ്ചയം തന്നെ ഇവിടെ കെജ്രിവാളിനെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതല്ല, ദേശീയ തലത്തിൽ തന്നെ കെജ്രിവാളിന്റെ മോചനം അത് സ്വാധീനിക്കും എന്ന ഉറപ്പാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളിൽ നിന്നും ഇത്രയും നേരം വന്നുകൊണ്ടിരിക്കുന്നതും. SK. ഓക്കെ, യഥാർത്ഥത്തിൽ വലിയൊരു ജനക്കൂട്ടത്തെ കാണാൻ കഴിയുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ. ഇതിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ മാത്രമാണോ അതോ ഇന്ത്യ മുന്നണിയുടെ ആളുകൾ കൂടിയുണ്ടോ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും SK, ഈ എത്തിയിരിക്കുന്ന പ്രവർത്തകരിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുണ്ട്, ആം ആദ്മി പാർട്ടിയുടെ ഭാരവാഹികളുണ്ട്. ഇതിനപ്പുറത്തേക്ക് മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ അംഗങ്ങളും പ്രവർത്തകരും ഉണ്ട് കെജ്രിവാളിനെ സ്വീകരിക്കാൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എന്നുള്ളതാണ്. ജയിലിനകത്തേക്ക് പോകുന്നതിനേക്കാൾ സ്വീകാര്യനായിരിക്കുന്നു കെജ്രിവാൾ ഇപ്പോൾ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ജയിലിനകത്തു പോയ കെജ്രിവാളിന് വേണ്ടി ഡൽഹിയിലെ പ്രതിപക്ഷം മുഴുവനായും തന്നെ ഒത്തുചേർന്നിരിക്കുന്നു. ദേശീയ തലത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒത്തുചേർന്നാണ് കെജ്രിവാളിന് വേണ്ടി മഹാറാലി ഡൽഹിയിലെ രാംലീല മൈതാനത്ത് നടത്തിയത്. സമാനമായി തന്നെ റാഞ്ചിലാകുന്നത് ഈ മദ്യനയ അഴിമതി കേസിലെ ആരോപണങ്ങളൊന്നും ഡൽഹിയിലെ ജനങ്ങളെയും അതേപോലെ ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെയും ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകരെയും ഒന്നും സ്വാധീനിച്ചിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SK, ഒരു ഘട്ടത്തിൽ അത് സ്വാധീനിച്ചിരുന്നു എന്ന ഉറപ്പാണ്. കെജ്രിവാളിന്റെ പരിപാടികളിൽ, അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ പ്രതിഷേധ പരിപാടികളിൽ പാർട്ടി ചുമതലകളുള്ളതിനപ്പുറം ആളുകൾ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ അതിനുശേഷം ആം ആദ്മി നടത്തിയ തുടർച്ചയായുള്ള പ്രചാരണങ്ങൾ, മറ്റ് പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ കെജ്രിവാളിനെ പിന്തുണച്ച് രംഗത്ത് വന്നത്, കൂടാതെ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് 1.5 വർഷത്തിലേറെയായി അന്വേഷണം നടത്തുമ്പോഴും പാർട്ടിയുടെ പ്രവർത്തകരുടെ, നേതാക്കളുടെ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് ഇതുവരെ 1 രൂപ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 100 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ളതാണ് കേസ്. അതിൽ 1 രൂപ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് തെളിവുകൾ ഇല്ല, ആരോപണങ്ങളാണ് ഉള്ളത്. ഒപ്പം സാക്ഷിമൊഴികളാണ് കെജ്രിവാളിനെ അടക്കമുള്ളവരെ പ്രതികളാക്കാൻ ED ആയുധമാക്കിയത്. അതിനപ്പുറത്തേക്ക് തെളിവുകളില്ല എന്നുള്ളതാണ്. കോടതിയിൽ ഉൾപ്പെടെ ഈ വാദമുഖങ്ങൾ ഉന്നയിച്ചു. കൂടാതെ ഇലക്ട്രോറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് SBI വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ ഈ
മദ്യനയ അഴിമതി കേസുമായി ബന്ധമുള്ള കൂറുമാറിയ സാക്ഷികളുടെ മാപ്പുസാക്ഷിയായ വ്യക്തി ഉൾപ്പെടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആം ആദ്മി സജീവമായി പ്രചരണ വിഷയമാക്കുകയും കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ സമയക്രമം ഒരു പ്രധാന വിഷയമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അറസ്റ്റ് വേണമെങ്കിൽ മുൻപേ ആകാമായിരുന്നു, എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെ കാത്തുനിന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആം ആദ്മി പ്രചരണ വിഷയമാക്കിയത്. ഇന്ന് കോടതിയിൽ നിന്നും അതേ പരാമർശമുണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായി എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ സമയക്രമം ചൂണ്ടിക്കാണിച്ച് നൽകുന്ന പ്രചാരണത്തിന് ശക്തി നൽകുന്നതാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ ഈ കെജ്രിവാളിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെ ഈ തുടർച്ചയായുള്ള പ്രചാരണത്തിലൂടെ മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ജയിലിനകത്ത് അദ്ദേഹത്തിന് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടലുണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻസുലിൻ നൽകാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിന് തൻ്റെ ഡോക്ടറുമായി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷ പോലും പരിഗണിക്കപ്പെട്ടില്ല. ഇത്തരത്തിൽ അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തുകയാണ് എന്നും ജയിലിനകത്ത് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയാണ് എന്നുമുള്ള പ്രചരണം ആം ആദ്മി പാർട്ടി നടത്തിയിരുന്നു. ഇതെല്ലാം തന്നെ കെജ്രിവാളിനെ പോലെ ഒരു നേതാവിനെ അദ്ദേഹത്തിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വികാരം രൂപപ്പെടുത്തുന്നതാണ്. ആ ഒരു വികാരം തന്നെയാണ് ഇന്ന് നമുക്ക് കെജ്രിവാളിൻ്റെ വസതിക്ക് മുന്നിൽ ആളുകളുടെ സാന്നിധ്യമായി വലിയ നിരയായ ആളുകൾ ഒഴുകിയെത്തുന്നതിൻ്റെ ഇതിലൂടെ തെളിയിക്കപ്പെടുന്നതും. കെജ്രിവാളിൻ്റെ വേണ്ടി അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നൂറുകണക്കിന് പേർ ഇപ്പോഴും ഡൽഹിയിലെ തെരുവുകളിലേക്ക് ഇറങ്ങുകയാണ്. പാർട്ടി ആസ്ഥാനത്തേക്കായിരുന്നു ആദ്യം അവർ എത്തിയതെങ്കിൽ അദ്ദേഹം വസതിയിലേക്കാണ് പോവുക. അദ്ദേഹത്തിൻ്റെ പരിപാടി മാറ്റി എന്നറിഞ്ഞതോടെ ഈ ആളുകളെല്ലാം തന്നെ കെജ്രിവാളിൻ്റെ വസതി നിൽക്കുന്ന സിവിൽ ലൈൻസിന് പരിസരത്തേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ ആൾക്കൂട്ടം തന്നെ. അത് ഏതെങ്കിലും പാർട്ടി, ആം ആദ്മി പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, മറിച്ച് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിരിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രിയെ കാണാനായി എത്തിയിരിക്കുന്നു. നാളെ മുതൽ കെജ്രിവാളിന് ഇനി പ്രചാരണത്തിൻ്റെ നാളുകളാണ്. വരുന്ന 20 ദിവസവും അദ്ദേഹം പ്രചാരണത്തിൽ മുഴുകിയിരിക്കും. വരുന്ന 4 ഘട്ടങ്ങളിലും കെജ്രിവാളിന് പ്രചാരണം നടത്താൻ കഴിയും. ഡൽഹിയിൽ കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, സഖ്യമായി നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തും. ഹരിയാനയിലും സഖ്യ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തും. എന്നാൽ പഞ്ചാബിലാകട്ടെ അദ്ദേഹം കോൺഗ്രസിന് എതിരെയായിരിക്കും. അവിടെ ആം ആദ്മിയും കോൺഗ്രസും NDAയും വെവ്വേറെയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെയായിരിക്കും കെജ്രിവാൾ പ്രചരണം നടത്തുക. എങ്കിൽ പോലും കെജ്രിവാളിൻ്റെ അനുകൂലമായ ഈ കോടതി വിധിയെ ആദ്യം സ്വാഗതം ചെയ്ത നേതാക്കൾ കോൺഗ്രസിൻ്റെതാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ത്യ സഖ്യത്തിനാകെ ഊർജം നൽകുന്നതാണ് ഈ കോടതി വിധി എന്നവർ എടുത്തു പറയുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ പ്രചാരണ വേദികളിൽ നമുക്ക് കാണാനും കഴിയും എന്നുള്ളതാണ്. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയുടെ മുഴുവൻ ബുദ്ധികേന്ദ്രം തന്നെ കെജ്രിവാളാണ്. തെരഞ്ഞെടുപ്പ് ആസൂത്രണം മുതൽ നടപ്പാക്കൽ വരെ കെജ്രിവാൾ തന്നെയാണ്. അദ്ദേഹം പ്രചാരണത്തിനായി ഉപയോഗിക്കുന്ന വിഷയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, ഇത് എല്ലാം തന്നെ ഏത് ഘട്ടത്തിലും ഏറെ ശ്രദ്ധേയമാണ്. BJPക്ക് പോലും ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത പ്രചരണ ശൈലിയാണ് ആം ആദ്മി പാർട്ടിയുടെ